ஆனால் எல்லாருக்கு நம்ம ഇന്ന് മണി 9-10 മണി കറക്റ്റായി നമ്മൾക്ക് വെള്ളത്തിലേ പോകും. ഇപ്പോൾ ഇത് ഇവിടെ വരുന്ന സമയത്തിൽ വെള്ളം കൊഞ്ചം കലക്കുണ്ട്, റെഡ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ട്, എല്ലാം കൊഞ്ചം റെഡ് ഉണ്ട്. അടിഭാഗത്തിൽ ഞങ്ങൾ അണ്ടർ ടോർച്ച് ഇട്ട് കാണുന്നില്ലെങ്കിൽ ഓരോ ബുദ്ധിമുട്ടാവും. നമ്മളിപ്പോൾ അടയാളമുണ്ട്, ഇപ്പോൾ കയറ് കെട്ടിയത് നിങ്ങൾ പ്ലോട്ടാക്കിയിട്ട് പോയിട്ടുണ്ട്. ആ പ്ലോട്ടിൽ പോയിട്ട് നമ്മൾ ഒരു നിങ്ങൾ നോക്കിയ ഒരു സ്ഥലം കേന്ദ്രബിന്ദുവൊക്കെ ആ സ്ഥലത്ത് നിന്ന് പോയിട്ട് തേടും. വെള്ളത്തിൽ ഇറങ്ങുന്നു. ഇപ്പോൾ ഇറങ്ങും, 10 മണി കറക്റ്റായിട്ട് ഇറങ്ങും. കലക്കൊരു പ്രശ്നമാണോ? കലക്കൊരു പ്രശ്നം പറഞ്ഞാൽ കലക്കായെങ്കിൽ 0% കീഴെ ഒന്നും കാണാൻ വയ്യ. അതിനെങ്കിൽ ഞങ്ങൾ ടോർച്ച് ഉണ്ട്, അണ്ടർ ടോർച്ച് ഉണ്ട് സ്പെഷ്യലിട്ട്. ആ ടോർച്ച് ഇട്ടിട്ട് ഞങ്ങൾ നോക്കും. ഇപ്പോൾ ആ ക്രെയിൻ ഇപ്പോൾ 11 മണിക്ക് വരും. അവിടെ ഒരു ആലമരം ഉണ്ട്, അതിന് മേലാക്കും. ക്രെയിൻ വെച്ചാൽ ആൽമരം പുറത്തേക്ക് എടുക്കും. ഇപ്പോൾ എടുക്കും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ മേലധികാരിക്ക് ജില്ലാടത്തേക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഒരു കീഴെ പോയിട്ട് നോക്കൂ. അതിൽ പിന്നെ ഞങ്ങൾ ആ ആൽമരം എടുത്തിട്ട് വില ട്രെയിൻ ഇങ്ങോട്ട് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ ഈ ലൈനൊക്കെ ഉള്ളതുകൊണ്ട്? ഇല്ല, ഒരു റോഡിലെ നിൽക്കട്ടെ, നമുക്കൊന്നും അത് പ്രശ്നമല്ലേ. അതിപ്പോൾ ആലമരം എടുക്കുന്നില്ല, ഇവിടെ നിന്ന് വലിക്കോ. ഈ സൈഡ് എത് ജാകൊണ്ട് എത്ര ദൂരം വയറുണ്ട്, വയറാക്കിയിട്ട് വലിക്കോ. അത് എന്തെങ്കിലും சொல்லணும், കറക്റ്റായി சொல்லணும். നമ്മളിപ്പോൾ കിട്ടുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു 3 സ്പോട്ട് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ആ 3 സ്പോട്ടിൽ നമ്മളിന്ന് തെരച്ചിൽ നടക്കും. ഇപ്പോൾ ക്രെയിൻ എടുത്താൽ കുറച്ച് താമസമുണ്ട്, ഒരു 11 മണി 12 കൂടി എത്തുന്നതാണ് വിചാരിക്കണേ. മേലധികാരികൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവർ മാക്സിമം വേഗത്തിൽ എത്തിക്കാമെന്നാണ് പറഞ്ഞേക്കണേ. ഇപ്പോൾ നമ്മൾ കിട്ടിയ സ്പോട്ടിൽ ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് ഒന്ന് മഡി വാട്ടറാണ് നമ്മൾ, പിന്നെ വെള്ളത്തിനടിയിൽ ബ്ലൈൻഡായിട്ട് ചെയ്ത് പരിചയമുള്ളത്, നമുക്ക് പരിചയമുള്ളതുകൊണ്ട് ടച്ച് ആൻഡ് ഫീലിങ്ങുകളിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അനീഷ്, ഇന്ന് എത്ര സമയം വരെ നിങ്ങൾ ഡൈവ് ചെയ്യാനാണ് പ്ലാൻ? ഇത് മാക്സിമം ഞങ്ങൾ നമ്മുടെ എഫർട്ട് വൈകിട്ട് വരെ നമ്മൾ എടുക്കും. നമ്മുടെ സിലിണ്ടറിൻ്റെ എയർ അവസാനം തീരുന്ന വരെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് മാക്സിമം ചെളി കലം കിടക്കുന്നത് വിസിബിലിറ്റി ഇല്ലാത്തത് നമുക്കൊരു പ്രശ്നമല്ല. നമ്മളതിൽ വർക്ക് ചെയ്ത് നമുക്ക് പരിചയമുണ്ട്, നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. നമുക്ക് മെയിൻ പ്രശ്നം നമ്മളിവിടുത്തെ ആൽമരം ഒന്ന് വീഴുന്നുണ്ട്. അതിൻ്റെ ആ പോയിന്റിൽ മൊത്തം കിടക്കുന്നതുകൊണ്ട് നമുക്ക് അടിയിലേക്കുള്ള കൂടുതൽ സെർച്ച് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ആൽമരം വലിച്ചു കയറ്റാനുള്ളതാണ് നോക്കുന്നത്. അതിൻ്റെ വൈകുന്നത് കൊണ്ട് നമ്മൾ വേറെ ഇവിടെ രണ്ട് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സെർച്ചിങ്ങൾ നമ്മൾ തുടരും. അതാണ് ഇപ്പോൾ സാറ് ഈശ്വരനം പറഞ്ഞത്. ഓക്കെ.